ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യം കിട്ടുന്ന ചക്കയും അവസാനം കിട്ടുന്ന ചക്കയും രുചി കൂടുതലായിട്ട് തോന്നിക്കും. കാരണം ഇതിൻ്റെ ഇടസമയത്ത് നമുക്ക് ഇഷ്ടംപോലെ വീട്ടിലെ എല്ലായിടവും നോക്കുന്നിടത്തെല്ലാം ചക്ക കാണുമ്പോൾ നമുക്ക് അതിനൊരു വലിയ ടേസ്റ്റ് തോന്നത്തില്ല. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് കിട്ടുന്ന ചക്കയ്ക്ക് ഭയങ്കര രുചിയാണ്. അങ്ങനെ ഒരു ചക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല ദേശങ്ങളിൽ പല രീതിയിലാണ് ഇതിന് പേര് പറയുന്നത്. നമ്മളിവിടെ ചക്ക വേവിക്കുന്നെന്നും പറയും, പുഴുക്കെന്നും സർവ്വസാധാരണമായിട്ട് പറയാറുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടാണ് കാണിച്ചിരുന്നത്. പുതിയതായിട്ടുള്ള കുട്ടികൾക്കൊന്നും ഇതറിയാൻ വയ്യെങ്കിൽ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കൂട്ടം വെച്ച് കഴിക്കണമെന്ന് തോന്നി അത് അറിഞ്ഞിരിക്കണ്ടേ. അപ്പം അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയൊരു ചക്കയാണ്. 2-3 പേരൊക്കെ ഉള്ളവർക്ക് ഈ ഒരെണ്ണം മതി. നമുക്ക് ചെറിയ കൂട്ടാൻ്റെ രീതിയിലെടുക്കാൻ നോക്കും. ഇതിൻ്റെ പുറത്തെ ആ കരിമുള്ളാണ് ആദ്യം നമ്മൾ ചെത്തിക്കളയുന്നത്. എന്നിട്ട് കറ തുടച്ചിട്ട് അത് വെട്ടിപ്പറിച്ചെടുക്കുക. ചക്ക അരിയുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അവിടെ ചക്കയെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സുന്ദരി കുട്ടിയായിട്ട് മാറി. എൻ്റെ കയ്യിലൊരു ശകലം അഴുക്കില്ല. ഇങ്ങനെ ഒരു കവറോ കയ്യോറയോ വെച്ചാൽ മതി. കണ്ടില്ലേ, കയ്യിൽ കറ പറ്റിയിട്ടേ ഇല്ല. നമുക്കിത് നുള്ളി പറക്കി അരിഞ്ഞെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെത്തിയെടുക്കാവുന്നതാണ്. ഇതൊരു എളുപ്പ മാർഗമാണിത്. ആർക്കും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇതിൽ എത്ര പെട്ടെന്ന് നമ്മളിത് വൃത്തിയാക്കിയെടുത്ത് ഇനി നമുക്കിതിൻ്റെ ഈ പൂഞ്ഞെന്ന് പറയുന്ന സാധനം കളയരുത്. അത് നല്ലൊരു രുചിയുള്ള വിഭവം ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. നമുക്ക് നല്ല തോരന്. ഇപ്പോൾ ആദ്യം കിട്ടിയ ചക്കയാണ് എനിക്ക്. അപ്പോൾ ഞാനിതിൻ്റെ പൂഞ്ഞും എടുക്കുന്നുണ്ട്. പൂഞ്ഞെടുത്ത് ഇറച്ചി തോരൻ വെക്കും. ആ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാം. നമുക്കിതെല്ലാം ഓരോന്ന് പെട്ടെന്ന് കണ്ടില്ലേ, ഇത് നമുക്ക് എളുപ്പമാണ് പൊളിച്ചെടുക്കാൻ നോക്കുന്നത്. നിങ്ങൾ ഈ പച്ചച്ചക്ക നിങ്ങൾക്ക് തരുക. ചക്ക എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചക്കയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചക്കക്കുരു പൊളിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ വെള്ളപ്പാട മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ. അതിൻ്റെ ഈ ചുവപ്പ് പാടം നല്ലതാണ്. നമുക്കിതൊന്ന് നുറുക്കിയിടാം. എല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചക്കയിലേക്ക് വാരിയിടാം. ഇപ്പോൾ ചേരുവയ്ക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി, ജീരകം, ഇത് ഞാൻ കപ്പമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതലിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ്. മുളകായാലും ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. നമ്മൾ പച്ചച്ചക്കയുടെ അളവിനനുസരിച്ചുള്ള ഉപ്പ് എടുക്കരുത്. ചക്ക കുറയുന്നതാണ് വേവുമ്പോഴും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പെടുക്കാവും. ഇപ്പോൾ നമ്മൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലൊട്ടന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പം കുക്കറിലാണ് ഇത് വെക്കുന്നത്. നമുക്ക് സമയലാഭമുണ്ട്. ജോലിക്കൊക്കെ പോകേണ്ടിയിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുക്കറിൽ ഉപയോഗിക്കുന്നത്. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. വെള്ളം ഒഴിക്കുന്നതൊക്കെ ഒരു ക്രമത്തിന് ഒഴിച്ചെങ്കിലേ നമുക്ക് കുക്കറിൽ വെന്തെടുക്കുന്നത് നല്ല പാകത്തിന് കിട്ടത്തുള്ളൂ. ഉണ്ടല്ലോ, അപ്പം നമ്മളെല്ലാം പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ടിടാം.
എല്ലാം കുക്കറിൽ വാരി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഒറ്റ വിസിൽ വരുമ്പം നമ്മൾ കുക്കർ ഓഫ് ചെയ്യണം. ഒരു വിസിൽ വന്നു. ആവിയതിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കിയതാണ്. എല്ലാം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇടിച്ചെടുക്കാം. പെട്ടെന്ന് ചക്ക തയ്യാറായി. പുതിയ തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു രീതിയാണിത്. നമ്മൾ ചക്കയൊക്കെ കൂട്ടാൻ മടിക്കുന്നതൊക്കെ ഇതൊക്കെ ചെയ്തെടുക്കാൻ സമയം വേണമെന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സ് വെച്ചാൽ ഒന്നിനും കൂടുതൽ സമയം എടുക്കേണ്ടി വരത്തില്ല. നമ്മുടെ ചക്കയെല്ലാം ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്വാദ് കൂട്ടാൻ ഒരു ട്രിപ്പ് കൂടെ ഉണ്ട്. ഒന്നീ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് വറുത്ത് ഇടുക. ഞാനിവിടെ കടുക് വറുത്തിടുകയാണ്. കടുവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ ചക്കയ്ക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കാം. എല്ലാവർക്കും വേണ്ടി ചക്കപ്പുഴുക്കും വറ്റക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.